ഇപ്പൊ മദ്യം കുടിക്കാത്ത ആരും ഇല്ല. പിന്നെ അതൊക്കെ വെറും ചിന്താഗതി മാത്രമേ. മദ്യമ ഞാൻ പറഞ്ഞതാ, നീ ഒരു 10 മില്ലി കുടിച്ചോ, നിന്റെ വയറും കുറയും, കൊതവും കുറയും, എല്ലാം കുറയും. മദ്യം കുടിക്കുന്നവരെല്ലാം വയറ് കുറയും. എനിക്കെന്താ വയറുണ്ട്? അയ്യോ മക്കൾക്ക് വയറേ ഇല്ല. ഒരു ഭർത്താവിനെ കയറി മോനെന്ന് വിളിക്കരുത്, ഇല്ല, അത് തെറ്റായ സംസ്ഥാനം. അമ്മ അഡിക്ഷൻ എന്ന് പറയുന്ന സാധനം അതൊക്കെ ഓരോരുത്തരുടെ ഡിപ്പെൻഡന്റ്. അതൊക്കെ അതറിയാമോ? അതൊക്കെ അവരവർക്ക് മാറ്റാനുള്ളതേ ഉള്ളൂ. അതൊക്കെ പണ്ടത്തെ അമ്മാവന്മാരായി കൂടുതലും വെള്ളം അടിച്ച് ഇങ്ങനെ അതിന് കിടക്കുന്നത്. ഇപ്പൊ അങ്ങനെ കാര്യമില്ല. ഇപ്പൊ എത്രയോ പേര് ഫാമിലി ആയിട്ടിരുന്ന് അടിക്കുന്ന എത്രയോ പേരുണ്ട്. പണ്ടോ ആര് പണഞ്ഞി? ഇപ്പഴാ അതൊക്കെ കൂടുതല്. പണ്ട് അമ്മമ്മമാര് മുതുക്കിയാകുമ്പോ അവര് 200 അടിക്കും, അരിഷ്ട കുടിക്കും. ഇപ്പൊ അങ്ങനെയല്ല, ചെറുപ്പക്കാര് പിള്ളേരും തള്ളമാരും മക്കളമാരും എല്ലാം ചേർന്ന് 6 അടിക്കും. എന്നിട്ട് ചിലപ്പോ അവർ കുസ്തി ഉണ്ടാക്കി വഴക്കുണ്ടാക്കിയൊക്കെ ചെയ്യും. അത് വേറെ കാര്യം. അത് പിന്നെ ഒരു കഥയാണ്. പിന്നെ വേറെ ചിലപ്പോ ആ കഥ മാറും. എന്റെ തന്നതല്ലേ എനിക്ക് തന്നില്ലയോ, എനിക്ക് കുടിച്ചാൽ എന്താ കുഴപ്പം? കഥ മാറിയിട്ട് വേറെ പോയി പൂച്ചയൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ മൈല് സംസാരം തരില്ല. എന്നോട് ഇപ്പൊ ഒരു കാര്യം രസം ഉണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ഓർത്തിരിക്കാനുള്ള ഉള്ളില്. മനുഷ്യന് ഓർക്കാൻ എന്തെങ്കിലും വേണ്ടേ ജീവിതത്തിൽ? ഇപ്പൊ നീ അങ്ങ് മരിച്ചോ എന്ന് കൂട്ടിക്കോ, നിന്നെ കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നതിന് വേണ്ടേ? വേണ്ടേ? നീ കുടിക്കുമ്പോ എന്നെ എന്തെല്ലാം പറയുന്നു, നീ എന്നെ മുതാളി എന്ന് പറയുന്നു, വീട്ടിൽ പറയും പോടാളി എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ ഞാൻ ഓർത്തിരിക്കട്ടെ എന്റെ മനസ്സിൽ. നീ ഒന്നും പറഞ്ഞാൽ ഓർക്കാൻ പറ്റുമോ? എന്തോ നിനക്ക് ഇക്കളാവുന്നു. കുളിച്ചാ മതി. വല്ലപ്പോഴൊക്കെ നല്ലോണം തേച്ചരച്ച് കുളിച്ചാ ചൊറിയൊക്കെ മാറിക്കോളും. ഉണ്ട് ഒരു മുതുകാളി. ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണൻ? അയ്യോ